കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ AICC-യുടെ ഒരു തീരുമാനം. സുധാകരൻ അതിനോടൊരു പോസിറ്റീവായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ എന്നാലും AICC അങ്ങനെയാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് വിജയസാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമോ അതോ നിലവിലുള്ള മറ്റു കാര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ടാണോ? അല്ല, വിജയസാധ്യത കണക്കാക്കി തന്നെ ആയിരിക്കും. അല്ലാണ്ട് കൊല്ലത്ത് കണ്ണൂർ മത്സരിക്കാൻ കോൺഗ്രസ്സുകാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. താല്പര്യമുള്ള ആളുകളുണ്ട്, മത്സരിക്കാൻ കച്ചകെട്ടി നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പല ആളുകൾക്കും വിജയസാധ്യത വളരെ കമ്മിയാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിസ്സാരമായിട്ട് ജയിക്കാവുന്ന ഒരു സീറ്റല്ല. എറണാകുളം പോലെയോ അല്ലെങ്കിൽ ചാലക്കുടി പോലെയോ നിസ്സാരമായിട്ട് ജയിക്കാവുന്ന ഒരു മണ്ഡലമല്ല. വലിയ മത്സരം ഉണ്ടാകണം. മാത്രമല്ല അത് CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവരുടെ പല പ്രധാനപ്പെട്ട പാർട്ടി ഗ്രാമങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ കടന്നു ചെല്ലാനും പ്രചരണം നടത്താനും വോട്ട് മൊബിലൈസ് ചെയ്യാനും കഴിവുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് K. സുധാകരൻ. ഇപ്പൊ K. സുധാകരനെ കണ്ണൂർ മത്സരിപ്പിച്ചു എന്നതിന്റെ അർത്ഥം അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്നോ ആരൊക്കെയാണ് ആ പാർട്ടിയിൽ അവശേഷിച്ചിരിക്കുകയെന്നോ ഹൈക്കമാൻഡിന്റെ സ്ഥിതി എന്തായിരിക്കും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു പക്ഷേ കേരളത്തിലായിരിക്കും കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുക. അപ്പൊ ഇവിടുത്തെ KPCC പ്രസിഡന്റ് മാറ്റാൻ പറ്റും? ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. അദ്ദേഹത്തെ മാറ്റുകയാണെങ്കിൽ പിന്നെ AICC പ്രസിഡന്റായിട്ട് ഉയർത്തേണ്ടതായിട്ട് വരും. കാരണം ഏറ്റവും വലിയ വിജയം കേരളത്തിലാണ്, ഏറ്റവും അധികം കോൺഗ്രസ്സുകാർ ജയിച്ചു വരുന്ന കേരളത്തിലാണ് എന്നുള്ളതുകൊണ്ട്. ഇതൊക്കെ ഓരോ തൽപര കക്ഷികൾ ഇങ്ങനെ സമയാസമയങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് കൊടുക്കുന്ന ഓരോ അടിസ്ഥാനരഹിതമായ സൂചനകളാണ് എന്ന് ഞാൻ വിചാരിക്കും. ശരി, വളരെയധികം നന്ദി ജയശങ്കർ സംസാരിച്ചത്.